ഞാന് മോൾക്ക് നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചിട്ട് മൊത്തത്തിൽ പൊന്തുമല്ലോ അത്. അപ്പം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. നിങ്ങളെ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചിട്ട് ഇപ്പൊ മൊത്തത്തിൽ കൊളായില്ലേ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ പൊന്തി. മൊത്തത്തിൽ എനിക്കും നല്ല ടെൻഷനായിരുന്നു. ഞാനും എന്താ പറയാ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ ധാരാളം ഉസ്താദിനൊക്കെ വിളിച്ച് പറഞ്ഞു. 2-3 തവണ വിളിച്ചിരുന്നു. അങ്ങനെ അതിനുള്ള റിപ്ലൈ ഒക്കെ തന്നു. എന്നാലും ഞാൻ എന്താക്കും, ഈ മുഖക്കുരി ഇരിക്കെ തന്നെ വൂണ്ട് ഹീല് തേക്കാൻ തുടങ്ങി. അപ്പൊ മോള് എന്താക്കും, തേക്കും. എനിക്കത് വേണ്ട, പാക കൊളാക്കി കിടക്കാൻ, മൊത്തത്തിൽ കൊളാക്കി കിടക്കാനാണോ എന്നൊക്കെ ചോദിക്കും. എന്നാലും രാത്രി അവള് ഉറങ്ങിയതിന്റെ ശേഷം ഞാൻ ഇത് തുടർച്ചയായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇപ്പം കുറേശ്ശെ ആ പാടുണ്ട് എന്നല്ലാതെ മുഖത്ത് നോക്കിയാൽ തന്നെ പ്രത്യേക ഒരു എന്താ പറയാ, പ്രത്യേക ഒരു ബ്യൂട്ടി എന്നല്ല, ആ ഒരു കലകളൊക്കെ പോയി. ഭയങ്കര റിസൾട്ട് എന്നാ ഭയങ്കര റിസൾട്ട്. ഞാൻ തന്നെ മുറിവിനും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിസൾട്ടാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ് സമർപ്പിക്കണം എന്നുള്ളത് അറിയൂല. നമ്മൾ മറ്റുള്ളവരൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആളെ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ താഴെ നിന്ന്. അതൊക്കെ കാരണം മക്കൾ വരുമ്പോ അല്ലെങ്കിൽ വേറെ ആരും വരുമ്പം അവര് തുടങ്ങി. പരിപൂർണമായിട്ടും വിശ്വസിക്കണം. ഈ പ്രൊഡക്റ്റ് പോലെ എല്ലാ പ്രൊഡക്റ്റും ഇത് നമുക്ക് പറഞ്ഞ് സമർപ്പിക്കാൻ എനിക്ക് കുറച്ചൊരു സമയക്കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരിലും ഞാൻ എത്തിക്കും. എനിക്കത് ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബ്ലഡ് പ്യൂരിഫയർ എന്നല്ല, വൂണ്ട് ഹീൽ എന്നല്ല, എല്ലാ സംഗതിയും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വിശ്വാസമാണ്.